ഓം നമശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 30-ാം തീയതി ഞായറാഴ്ച ദിവസം, 1799 മിഥുനമാസം 16-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢ മാസം 9-ാം തീയതി. നാളത്തെ സൂര്യോദയം 6:11 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ ഉദയാൽപരം നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ശനിയാഴ്ച രാവിലെ 8:50 ആരംഭിച്ച് ഞായറാഴ്ച രാവിലെ 7:34 അവസാനിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ഉദയാൽപരം നക്ഷത്രമായിട്ട് രേവതി നക്ഷത്രമല്ല വരുന്നത്, ഞായറാഴ്ചയാണ് ഉദയാൽപരം നക്ഷത്രമായിട്ട് രേവതി നക്ഷത്രം വരുന്നത്. അതുകൊണ്ട് സർവേശ്വര പൂജ ഞായറാഴ്ച ദിവസം രാവിലെ ആയിരിക്കും. രേവതി നക്ഷത്രപ്രകാരമുള്ള സർവേശ്വര പൂജ ഞായറാഴ്ച രാവിലെയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച രാവിലെ 7:34 അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 7:34 അശ്വതി നക്ഷത്രം ആരംഭിച്ച് തിങ്കളാഴ്ച രാവിലെ 6:27 അവസാനിക്കും. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അശ്വതി നക്ഷത്രപ്രകാരമുള്ള സർവേശ്വര പൂജ തിങ്കളാഴ്ച രാവിലെയുമാണ് ചെയ്യുക എന്നുള്ളത് കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. മേടക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട വൃഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവകളാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം കാഞ്ഞിരമാണ്, കേതുദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാ അശ്വതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം കേതുദശാകാലം. കേതുദശാകാലത്തുകൂടിയാണ് അശ്വതി നക്ഷത്ര ജാതകരെല്ലാം അവരുടെ ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അശ്വതി നക്ഷത്രത്തെക്കുറിച്ചൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുൻപുള്ള വീഡിയോകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ സവിസ്തരം പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ അറിയാമെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ ഈ അശ്വതി നക്ഷത്രം നാളെ ഞായറാഴ്ച ദിവസം രാവിലെ 7:34 ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ 6:27. അപ്പോൾ ഈ അശ്വതി നക്ഷത്ര സമയം ഏതൊക്കെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെ 7:34 മുതൽ തിങ്കളാഴ്ച ദിവസം രാവിലെ 6:27 വരെയുള്ള അശ്വതി നക്ഷത്ര സമയപ്രകാരം ആയില്യം, മകം, അവിട്ടം, പൂരുട്ടാതി, മൂലം, പൂരാടം, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. ആയില്യം, മകം, അവിട്ടം, പൂരുട്ടാതി, മൂലം, പൂരാടം, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് നാളത്തെ നക്ഷത്ര ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചതയം, ഉത്രട്ടാതി, തിരുവോണം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ, അതായത് ചതയം, ഉത്രട്ടാതി, തിരുവോണം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുള്ളതെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരുടെയൊക്കെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു. ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയം ഞായറാഴ്ച ദിവസമാണ്. ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. ഞായറാഴ്ച ദിവസം ശുഭദിനമല്ല, സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹത്തിൻ്റെ ദിവസമാണെങ്കിൽ ശുഭകാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന മനുഷ്യന്, പ്രത്യേകിച്ച് പൊതു അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ പ്രധാനപ്പെട്ട സമയം എടുത്തു പറഞ്ഞു തരാൻ. രാവിലെ 6:11 മുതൽ 9:11 വരെ ശുഭസമയമാണ്. പിന്നീട് 10:41 മുതൽ ഉച്ചകഴിഞ്ഞ് 3:11 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 30 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കാൻ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഫലങ്ങൾ തന്നെ നാളത്തെ ദിവസം വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും പറയുന്നത്. അതായത് 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും ഉണ്ടാകുന്നതിന് വേണ്ടി ജ്യോതിഷപരമായ സത്യങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ഒരു പരിപാടിയാണ് ഈ ജ്യോതിഷ ചാനൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മുടങ്ങാതെ കാണുക. ഇനി നാളത്തെ ജീവിതാനുഭവം എങ്ങനെയാണെന്നുള്ളത്, 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ നാളത്തെ ദിവസം എങ്ങനെ വന്നു ചേരുന്നു
എങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ് നക്ഷത്രഫലം. അതിനെ ആ ഒരു രീതിയിൽ കാണുക. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. കാരണം ശശിമംഗള യോഗം എന്ന് പറയുന്ന ഒരു യോഗം രാജയോഗമാണ്. ആ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അതായത് മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ, ഇവർ സ്വയമേ നേടിയെടുക്കുന്ന വലിയ നേട്ടങ്ങൾ, ഇതൊക്കെയാണ് ഈ ശശിമംഗള യോഗം കൊണ്ട് ഇവർക്ക് വന്നു ചേരുന്ന അനുഭവങ്ങൾ. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് സുഖ, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതിയും അനുകൂലമാണ്. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ബന്ധുമിത്രാദികളുടെ സഹകരണം ലഭിക്കുന്ന ദിവസമാണ്. കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ, അതായത് ഇവർ ജനിച്ച സമയത്ത് ഗ്രഹനില പ്രകാരം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹവും ചന്ദ്രനും ദോഷം ചെയ്യാത്ത സ്ഥിതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശശിമംഗള രാജയോഗം എന്ന് പറയുന്ന രാജയോഗത്തിൻ്റെ അനുഭവം നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള എല്ലാ നേട്ടങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അത്ര മെച്ചമല്ല. ധനവിഷയത്തിൽ തർക്കങ്ങളുണ്ടാകാം, ശത്രുതയുണ്ടാകാം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ബന്ധുക്കളുമായി ഉണ്ടാകാം. കുടുംബത്തിൽ സമാധാനക്കുറവുണ്ടാകാം, ധനക്ലേശമുണ്ടാകാം. അതുപോലെ തന്നെ പിതാവും സ്ത്രീകളുമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാം. ഭാര്യയും മക്കളുമായി കലഹമുണ്ടാകും, അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, ദാമ്പത്യ ജീവിത സുഖക്കുറവുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ നാളത്തെ ദിവസം കടന്നു വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങൾ ചിലർക്കൊക്കെ വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യവും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. അതായത് മാതാവ് മുഖേനയുള്ള നല്ല സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. മാതാവ് മുഖേന മാതാവിൻ്റെ വീട്, സ്വത്ത്, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം, അതായത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് മാതാവുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടം വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ദൈവാധീനക്കുറവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നീചരുമായി കൂട്ടുകൂടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷവശങ്ങൾ ഒഴിച്ചാൽ ഇവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിപ്പോൾ. എങ്ങനെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചും മാതാവുമായി അത് കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള വലിയ നേട്ടം അത് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുറച്ച് ദിവസങ്ങൾ ഇവർക്ക് അതിൻ്റേതായ ഒരു സമയമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാൽ, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. പൂർണ്ണമായിട്ടും തൃപ്തികരമായൊരു ദിവസമല്ല. നാളത്തെ ദിവസം കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല. ചിലരൊക്കെ പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. ചിലർ മക്കളുടെ പ്രവർത്തികളുമായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം വന്നു ചേരുന്നതുകൊണ്ട് മനോദുഃഖം അനുഭവിക്കാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖം കാര്യമായിട്ടുണ്ടാകുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം. നാളെ മാതാവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായി ശത്രുതയ്ക്ക് സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് നേട്ടമായി വന്നു ചേരുന്നത് തൊഴിൽപരമായ നേട്ടമാണ്. തൊഴിൽപരമായി ഇവർ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ടുള്ള നേട്ടം നാളത്തെ ദിവസം ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാൽ, പൂയം, ആയില്യം നാളുകാരോട് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനനേട്ടവും കാര്യമായി ഇവർക്കുണ്ടായില്ലെങ്കിൽ പോലും നാളെ ഈ നാളുകാർ പ്രസിദ്ധരാകുന്ന ദിവസമാണ്. പ്രസിദ്ധിയും കീർത്തിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം, ഭാഗ്യകരമായ അനുഭവങ്ങൾ, പിതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നാളെ അവരെ ഉന്നതിയിലെത്തിക്കുവാൻ
സഹായകരമാകുന്ന കാര്യങ്ങളാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവർക്ക് നേട്ടം വന്നിരുന്ന ദിവസമാണ്. ധനപരമായ നേട്ടത്തെക്കാൾ ഉപരിയായിട്ടുള്ള കീർത്തിയും പ്രസിദ്ധിയും ഒക്കെയാണ് അവരെ തേടി വരുവാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അവരെ പിന്തുടരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല. കുടുംബത്തിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ, പിതാവുമായുള്ള ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ കുടുംബത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ, സ്ത്രീകൾ മുഖേന തൊഴിലിടങ്ങളിൽ മേലധികാരിയുമായിട്ട് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം പല കാര്യങ്ങളിലും നേട്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും തിക്താനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കൂടുതലായി വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം അവർക്കുണ്ട്, എങ്കിലും അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാം. കുടുംബസുഖവും ധനപരമായ നേട്ടമുണ്ട്, എങ്കിലും അവിടെയും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. ശാരീരികവും മാനസികവുമായ സ്ഥിതിയും അത്ര മെച്ചമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം ഇവരുടെ ജീവിതം കടന്നു പോകും. ദാമ്പത്യ ജീവിത വിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽ മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായുള്ള നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും അതുപോലെ തന്നെ മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവരെ നാളത്തെ ദിവസം വളരെ സന്തോഷത്തിലാക്കുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരെ വേദനപ്പെടുത്തുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പിതാവ് മുഖേനയും മാതാവ് മുഖേനയും തൊഴിൽപരമായും ദാമ്പത്യ ജീവിതവും ഒക്കെ അവർക്ക് അനുകൂലമായ ശ്രേഷ്ഠ ഫലങ്ങൾ, ഉന്നതമായ നല്ല ഫലങ്ങൾ കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനീരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം. എന്നാൽ പിതാവ് മുഖേനുള്ള തിക്താനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ മേഖലയിൽ മേലധികാരികൾ മുഖേനുള്ള തിക്താനുഭവങ്ങളും അവരെ തേടി വരുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളും തൊഴിൽ സംബന്ധമായി വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല. ചിലർക്കൊക്കെ രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവയാൽ ഭാരപ്പെടുവാനും നാളത്തെ ദിവസം സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല. മാതാവ് മുഖേനുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതായത് മാതാവ് മുഖേനുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ പിതാവ് മുഖേന ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. തൊഴിൽപരമായി നാളത്തെ ദിവസം അവർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ വ്യാപാര നേട്ടം, പ്രശസ്തിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. ഭാര്യ, ഭർത്താവ് മുഖേന വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, മാതാവുമായി ഒത്തുചേർന്നുകൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിതാവിനെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ വലിയ നേട്ടം ഉണ്ടാകുന്ന ദിവസമല്ല. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാം. തൊഴിലിടങ്ങളിൽ ധനസ്ഥിതി മെച്ചമായെന്ന് വരത്തില്ല. ധനം ചിലരൊക്കെ കടം വാങ്ങേണ്ട സാഹചര്യവും നാളത്തെ ദിവസം വന്നു ചേരാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായി വന്നു ചേർന്നിരിക്കാം. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്.
മൂത്ത സഹോദരൻ്റെ സ്ഥിതി അനുകൂലമാണ്. മൂത്ത സഹോദരന് രാജകീയമായ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരുടെ മൂത്ത സഹോദരന് നാളത്തെ ദിവസം ആപത്തോ അനർത്ഥമോ രോഗമോ ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേനയുള്ള വിഷയം, സ്ത്രീകളുമായി പിതാവ് മുഖേനയുള്ള വിഷയം അത് ശത്രുതയായി കലാശിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി ഇവർക്ക് നാളത്തെ ദിവസം വളരെ ഗുണം ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചിലർക്കത് ദോഷമായി ബാധിക്കുവാനും സാധ്യതയുണ്ട്. അങ്ങനെ ഈ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുദ്ധിപരമായ പല പ്രവർത്തനങ്ങളും പരാജയപ്പെട്ട് ഇവർക്ക് ദേഷ്യം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ നാളത്തെ ദിവസം കൃത്യസമയത്ത് ആഹാരം പോലും കഴിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാമെന്നുള്ളതാണ് നാളത്തെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂരുട്ടാതി 3/4 നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഖം സ്വസ്ഥത ദേഹത്തിന് മാത്രം അനുകൂലമല്ലെങ്കിലും നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവരുടെ ദാമ്പത്യ ജീവിത സുഖം തൃപ്തികരമായ നിലയിൽ പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തൊഴിൽപരമായി അവർക്ക് വലിയ നേട്ടം ഇല്ലെങ്കിൽ പോലും നാളത്തെ ദിവസം മാതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് മറ്റൊരു വിപത്ത് അല്ലെങ്കിൽ പ്രതികൂലമായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് പിതാവും അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള തർക്കം മൂലം അവിടെ പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് കുടുംബധനം എന്നീ കാര്യങ്ങളിൽ മാതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങളും കാര്യവിജയവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടായി അവരെല്ലാവരും നല്ല നിലയിൽ എത്തിച്ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നിത്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി നമസ്കാരത്തോടെ നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.